അവരവരുടെ ഫാമിലി അത് ആ ഇഷ്യൂസിലൊന്നും നമ്മൾ ഇടപെടാനോ എന്നല്ല ഫാത്തി കുറേ വീഡിയോസൊക്കെ ഇട്ടുന്ന കണ്ടു പെങ്ങളുടെയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഈ പറയുന്ന വ്യക്തി ഷെരീഫ് പറഞ്ഞ വ്യക്തി ശരിക്കും പറഞ്ഞാൽ അവരുടെ ഫാമിലി മാറ്ററിൽ കയറി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അയാൾ ഇത്രയും തെളിവുകൾ വെച്ചിട്ട് സംസാരിക്കുമ്പോഴും ഇവന് എന്താ പറയുക, ഉമ്മാൻ്റെ മുലപ്പാൽ കുടിച്ച മോനാണെങ്കിൽ കുറച്ചെങ്കിലും ബുദ്ധി ഇവൻ്റെ തലയിൽ പഠിച്ചവൻ സ്ഥിരമായിട്ട് കൊടുക്കണമായിരുന്നു. അതില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. പിന്നെ 10 കൊല്ലം മുന്നേ ചാടിപ്പോയ പെങ്ങളുടെ ഇതൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഇതാക്കാൻ നിൽക്കണമൊക്കെ ഇപ്പോൾ കാണുന്നവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഷെരീഫ് എന്താണ്, ഷെരീഫിൻ്റെ വ്യക്തിത്വം എന്താണ്, ഷെരീഫ് എങ്ങനെയുള്ള ആളാണെന്നൊക്കെ ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്നെ കുറച്ച് വലിച്ചഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഫാത്തി ആയാലും ഫാത്തിൻ്റെ കുടുംബമായാലും ഫാത്തിൻ്റെ കെട്ടിയോള് സുമി ആയാലും അവളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഞാനും ഫാത്തിയായിട്ട് ഒരു ബന്ധമില്ല. എനിക്കിപ്പോൾ അങ്ങനെ അവനായിട്ടൊരു ബന്ധം സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആ കുട്ടീൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ തമ്മിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആ കുട്ടീനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഫാത്തിൻ്റെ ഭാര്യനായിട്ട് ഫസ്റ്റ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവൾ കുറേ മെസ്സേജുകൾ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ച് ഞാൻ അവൾക്ക് ഇയാൾ പറഞ്ഞതിലത്തെ ഒരു മെസ്സേജ് ഞാൻ അവൾക്ക് വിട്ടിട്ടുള്ളൂ, ഒരു ഫോട്ടോ ആണ് തിരിച്ച് അയച്ചിട്ടുള്ളൂ. അതിന് അവൾ ഇങ്ങനത്തെ ഒരു സംഭവം ഇട്ടിട്ട് എന്നെ ബ്ലോക്ക് ചെയ്ത് പോയ വ്യക്തിയാണ് ഈ പറയുന്ന സുമി, ഫാത്തിയുടെ എക്സ് വൈഫ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവൾക്ക് അതിനൊന്നും പറയാനില്ല. അപ്പോൾ അവളുടെ സിസ്റ്ററിൻ്റെ ഫാത്തിൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഇപ്പോൾ ഫാത്തിൻ്റെ സിസ്റ്ററിൻ്റെ സംസാരം കേട്ടാൽ തന്നെ മനസ്സിലാവും, ചോറ് തിന്നണവർക്ക് മനസ്സിലാവും എന്താണ് പ്രശ്നം ഏതാണെന്നൊക്കെ. അപ്പോഴും ഫാത്തി നിരത്തര തെളിവുകൾക്കൊന്നും അവർക്ക് പറയാനോ വേറുള്ളതോ ഒന്നുമില്ല. അവരുടെ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന നാത്തൂൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഫാത്തിൻ്റെ ഭാര്യ തെറ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റ് ചെയ്യണവർ സ്വാഭാവികം, തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരില്ല, ഒക്കെയാണ്. പക്ഷേ 1ഉം 2ഉം പ്രാവശ്യം തിരുത്തിയിട്ട് വീണ്ടും നമ്മളൊക്കെയാണ് പറഞ്ഞാൽ എന്താ ചെയ്യുക, ഒരു ഹസ്ബൻഡ് ഗൾഫിലുണ്ട്, ദുബായിലുണ്ട്, നമുക്ക് വിസയും കാര്യങ്ങളും പാസ്പോർട്ടും ഇതൊക്കെ ഓരോരുത്തർ ഇതൊന്നും ഇല്ലാണ്ട് അല്ല, നമ്മൾ സ്വാഭാവികമായിട്ടും ഓരോരുത്തർ ഇതൊക്കെ കൊതിക്കുന്ന ആൾക്കാർ എത്രയോ പേരുണ്ട്, പ്രവാസികളുടെ ഭാര്യമാർ. ഒന്ന് നമ്മളെ കൊണ്ടുപോയെങ്കിൽ, ഒന്ന് നമുക്ക് അവിടെ ഇവിടെ നിന്നെങ്കിന്ന്. പക്ഷെ ഇയാൾ അത്രയും അവളെ സപ്പോർട്ട് ചെയ്തിട്ട് കൊണ്ടുപോകാനും മക്കൾക്കും അവൾക്കും ഇത് എടുത്തിട്ട് കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ അവൾ കാണിച്ച എന്താ പറയുക തെമ്മാടിത്തരാണ്, കത്തിക്കൽ. അവൾക്ക് പോകാൻ ഇഷ്ടമല്ല, കാരണം അവളുടെ ജംഷുട്ടൻ നാട്ടിലാണ്, ജംഷുട്ടൻ്റെ കൂടെ അവൾക്ക് ജീവിക്കണം. പക്ഷെ ഇവൻ്റെ പൈസയും വേണം, ഇവൻ്റെ മക്കളും വേണം. അപ്പോൾ അവളാണ് ഇതിൻ്റെ ഇടയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ കുറേ കളിച്ചു, അവളെ എനിക്കിട്ടിട്ട് കുറേ ഉണ്ടാക്കി, ഷെരീഫിനെ കുറേ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് എനിക്കിട്ട് കുറേ ഉണ്ടാക്കി. ഞാൻ പറയട്ടെ സുമി, നീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സത്യം എന്നായാലും വിജയിക്കും. നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നീ ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം നീ എന്തായാലും കുടിച്ചിരിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിൻ്റെ കെട്ടിയ ഫാത്തിൻ്റെ ആവശ്യം എനിക്കില്ല. എനിക്ക് ഫാത്തിനെ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ ഫാത്തിൻ്റെ കൂടെ ജീവിക്കാനോ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഫാത്തിനായിട്ട് എനിക്കെന്തോ കണക്ഷൻ ഉണ്ട്, ഫാത്തിനായിട്ട് വേറെ പെൺകുട്ടികൾക്ക് എന്തോ കണക്ഷൻ ഉണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം, എനിക്ക് മെസ്സേജ് അയച്ചിടത്തോളം അയാളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്, അയാളൊരു തമാശ രീതിയിൽ ഇങ്ങനെ ഓരോന്ന് പറയാമെന്നല്ലാണ്ട് അയാൾ ഗൗരവമായിട്ട് ഈ പെണ്ണുങ്ങളുടെ സംഭവത്തിലൊന്നും ഇടപെടാത്ത ഒരാളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. കാരണം ആ പെണ്ണുങ്ങളായിട്ടൊക്കെ അവിടെ വീഡിയോ എടുക്കുമ്പോഴും അയാളൊരു തമാശ രീതിയിൽ കാണിച്ചു കൂട്ടുക എന്നല്ലാണ്ട് അയാൾക്ക് മക്കളെ വിട്ടിട്ടുള്ള ഒരു പരിപാടി നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. കാരണം മക്കളും ഇത്രയും നല്ല രീതിയിൽ ഒരു ഉപ്പ മക്കളെ നോക്കണമെങ്കിൽ അയാളുടെ മനസ്സിൽ നല്ലൊരു മനുഷ്യത്വം, അതുപോലെ അയാളുടെ ഉള്ളിൽ ഉപ്പ എന്ന സ്ഥാനം അയാളുടെ ഉള്ളിൽ ഉറങ്ങും. അപ്പോൾ എൻ്റെ കബീർക്കൊക്കെ മക്കളെ ഞാൻ ഇട്ടിട്ട് പോയാലും ആ മനുഷ്യനെ നോക്കാനുള്ള ഒരു പ്രാപ്തിയുണ്ട്, ഇഷ്ടമാണ്. മക്കളെ എന്ന് പറഞ്ഞ ജീവനാണ്. അതേപോലത്തെ ഒരു ക്യാരക്ടറാണ് ഫാത്തി പറയുന്ന വ്യക്തി. അയാൾ എന്തോ ആയിക്കോട്ടെ, പക്ഷെ മക്കളെ വിട്ട് അയാൾ കളിക്കില്ല. ഇങ്ങനെയൊക്കെ പെൺകുട്ടിയാണ്, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയാണ് അയാളുടെ കയ്യിലുണ്ട്. അയാൾ 3 മക്കളുണ്ട്. അയാൾ എവിടെയും 3 മക്കളില്ല എന്ന് പറയുന്നില്ല. അയാൾ കൊണ്ടുവരുന്ന സമയത്ത് 1.5 വയസ്സുള്ള കുട്ടീനെ അവിടെ ആക്കിയിട്ട് വന്നത് ഒരു തെറ്റും നമുക്ക് തോന്നില്ല. കാരണം പാല് കുടിക്കുന്ന കുട്ടീനെ കൊണ്ടുവന്നിട്ട് അയാൾ എന്ത് കാട്ടാനാ? പാല് ഉമ്മാൻ്റെ അടുത്തുള്ളത്, അത് ഉമ്മാനെ കൊടുക്കണം. അപ്പം അതാണ്. പിന്നെ ഈ സുമി എന്ന വ്യക്തി ഫാത്തി എന്ന വ്യക്തിൻ്റെ കൂടെ ജീവിക്കാൻ അർഹത ഇല്ലാത്തവളാണ്. കാരണം അയാളുടെ ആ ഒരു ഇതിന്
ഇവളെ പഠിപ്പിച്ച് 2ാം വിവാഹം കഴിച്ച് ഇവളെ പഠിപ്പിച്ച് ഇവൾക്കൊരു ജോലിയാക്കി കൊടുത്തു, നഴ്സാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് ഇവൾക്ക് വേറെ വെളിനാട്ടിൽ പുറത്ത് ഇവൻ ജോലിയാക്കി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ ദുബായിലേക്ക് അവളെ കൊണ്ടുവരാൻ നിന്നത്. ഇതൊക്കെ അവൾക്ക് ഭാഗ്യമില്ലാത്ത ആളെന്ന് പറയില്ലേ, അവൾക്ക് ഈ ജംഷുട്ടൻ്റെ താങ്ങിയിട്ട് നടക്കാൻ തന്നെ ഭാഗ്യമുള്ളൂ. അത് വേറെ കാര്യം. ഞാൻ പറയട്ടെ, ഇവനിലില്ലാത്ത എന്താണ് അവനിൽ കണ്ടത് എന്ന് എനിക്കറിയില്ല. ഇത്രയും നല്ലൊരു ഹസ്ബൻഡിനെ വിട്ടിട്ട് മക്കളിനെ വിട്ടിട്ട് അവള് അവൻ്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അയാൾ പറയുമ്പോൾ തന്നെ അവൻ്റെ കഴപ്പന്നെ ആയിരിക്കും. അവൾ നോക്കാണ്ടോ അല്ലെങ്കിൽ പട്ടിണിക്ക് ഇട്ടിട്ടോ അങ്ങനെയൊന്നുമില്ല. ആവശ്യത്തിന് പൈസ അഴച്ചു കൊടുക്കുന്ന ലിസ്റ്റ് വരെ അയാൾ കാണിക്കുന്നുണ്ട്. അപ്പം ഇതിൽ കളിച്ചിരിക്കുന്നത് അയാളുടെ പെങ്ങളും, അറിഞ്ഞുകൊണ്ട് പെങ്ങളും കളിച്ചിട്ടുണ്ട്. അവയാളും ആണ് ഇയാളുടെ ലൈഫിൽ. ശരിക്കും പറഞ്ഞാൽ ഈ പെങ്ങളുടെ ഭർത്താവ് വന്ന ആ ഒരു സംഭവത്തോട് കൂടിയിട്ട് അവരുടെ ലൈഫേ ഇല്ലാണ്ടായി, അതുപോലെ തന്നെ അവരുടെ കുടുംബമേ ഇല്ലാണ്ടായി അല്ലേ. അയാൾക്ക് നാട്ടിൽ വരാൻ പറ്റാണ്ടായി, ആ ഉമ്മാക്ക് മോനെ കാണാൻ പറ്റാണ്ടായി, ആ ഉപ്പാക്ക് മോനെ കാണാൻ പറ്റാണ്ടായി. ഇയാളുടെ ഉള്ളിലുള്ള വാശിയും വൈരാഗ്യം ഒക്കെ കൂടി ആ അളിയൻ എന്നുള്ള സ്ഥാനം പോയി വേറെ രീതിയിലായി, പെങ്ങൾ എന്നുള്ള സ്ഥാനം പോയി വേറെ രീതിയിലായി. അപ്പോൾ ഇന്നലെ ആ പെങ്ങള് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം, അവളെ കൊണ്ട് പറയിപ്പിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 10 വർഷമില്ലാത്ത ബന്ധം ഇനി വേണ്ടെന്നാണ് ഫാത്തി പറയുന്നത് അല്ലേ. അപ്പം അതാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ആളുടെ ഭാഗത്ത് ഇപ്പോൾ നിന്റെ കെട്ടിയവൻ്റെ ഭാഗത്തിൻ്റെ തെറ്റുണ്ട്, എന്നിട്ടും നീ ന്യായീകരിക്കണം. എന്താണെന്ന് വെച്ചാൽ നിനക്ക് അവൻ്റെ കൂടെ ജീവിക്കണം, നിനക്ക് 3 മക്കളുണ്ട്, അതുകൊണ്ടാണ്. പക്ഷേ അല്ലേ, തെറ്റ് കണ്ടാൽ തിരുത്താനുള്ള ഇതും കൂടി വേണം. എല്ലാം ചെയ്യാത്ത ആൾക്കാരുടെ തലയിൽ കെട്ടിവെക്കുന്നത് ഭയങ്കര മോശമാണ്. ഇപ്പം നിന്റെ കെട്ടിയവൻ്റെ ഇവളായിട്ടുള്ള സുമിൻ്റെ ചാറ്റ് ഇത്രയും ഗൂഗിൾ പേ വഴിയാണ് ചാറ്റ് ചെയ്തിരിക്കുന്നത്. ഗൂഗിൾ പേ വഴി ചാറ്റ് ചെയ്തിട്ട് ഇത്രയും ചാറ്റുകൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് അവൻ ഇടുമ്പോൾ നമ്മളെന്താ പൊട്ടത്തികളാ? നമുക്കെന്താ മനസ്സിലാക്കാൻ പറ്റില്ലേ? പൊട്ടന്മാരാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെന്താണ്, ഏത് രീതിയിലുള്ള ചാറ്റാണ്, എങ്ങനെയാണ് അവൻ ആ മക്കൾക്ക് പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ആ കുട്ടി ഇവളെ വെട്ടിയ ഒരു പാടുണ്ട് കേട്ടോ, ഇത്ര നീളം വെട്ടിയിട്ടുണ്ട്. ആ ഫോട്ടോ എൻ്റെ ഉണ്ട് കേട്ടോ, ഫാത്തി അയച്ചു തന്നിട്ട് ആ ഫോട്ടോ ഇത്ര നീളം അവളുടെ തലയിൽ വെട്ടിയിട്ടുണ്ട് അവൻ. അത് ഈ കുട്ടീൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് വെട്ടിയിരിക്കുന്നത്. ആ കുട്ടിക്ക് അതിൻ്റെ ഒരു ട്രോമ ഉണ്ട്. ആ കുട്ടി സംസാരിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ കൊല്ലം ആ കുട്ടീൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് കാക്കുപ്പച്ചി ഉമ്മച്ചീനെ വെട്ടിന്ന്. അപ്പം ആ ഒരു ഇത് ഷോക്ക് ആ കുട്ടീൻ്റെ മനസ്സിലാണ്. ഇമ്മാതിരി വെട്ടൊക്കെ കിട്ടി പറഞ്ഞാൽ നമ്മൾ ചത്തുപോവുക. അമ്മാതിരി വെട്ടാണ് അയാളെ വെട്ടിയിരിക്കുന്നത്. പിന്നെ കെട്ടിയവനെ അറിയാണ്ട് വാടകയ്ക്ക് വീടെടുക്കുക, വേറെ താമസിക്കുക, ഇതൊക്കെയാണ് അവൾ ചെയ്ത തെറ്റുകൾ. നമ്മളൊക്കെ കെട്ടിയന്മാരെ അറിയാണ്ട് വാടകയ്ക്ക് വീടെടുത്ത് പറഞ്ഞാൽ അത്ര തന്നെ ഇല്ലേ, നമ്മളുടെ ഗതി അത്ര തന്നെ. ഞാനൊക്കെ 10-15 കൊല്ലം കെട്ടിയവരറിയാണ്ട് ഒരു സൂചി പോലും മേടിക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ്. നമുക്കൊക്കെ അവർ അയച്ചു തരുന്ന പൈസയിൽ നിന്ന് നമ്മൾ 500 അയച്ചു തന്നാലും 300 ചിലവാക്കിയിട്ട് 200-ന് എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് വേണ്ട സാധനങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് നമ്മൾ വീഡിയോ കോളാക്കിയിട്ട് ഇത് മേടിക്കട്ടെ എന്ന് ചോദിക്കുന്ന കാലമാണ് നമുക്കുണ്ടായിരുന്നത്. എപ്പോഴും എവിടെ പോയാലും ഏത് ഷോപ്പിൽ പോയാലും വീഡിയോ കോളാക്കിയിട്ട് അത് ഇത് ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ എന്ത് കാര്യങ്ങളും നമ്മൾ കെട്ടിയന്മാരുടെ അടുത്ത്. അപ്പം ഞാൻ ആലോചിക്കണേ, ഈ പെണ്ണിനൊക്കെ എന്ത് ധൈര്യമാണ് അല്ലേ, പുറത്തൊരു വീടെടുത്ത് താമസിക്കാൻ, കെട്ടിയവനെ അറിയാണ്ട് വീടെടുത്ത് താമസിക്കാൻ, സ്വന്തം കെട്ടിയവനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാ. അങ്ങനെയൊക്കെ ഇയാൾക്ക് വേണ്ടിയിട്ട് അവൾ ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ അത് ഫാത്തിനോട് ചെയ്യണ ഏറ്റവും വലിയ തെണ്ടിത്തരാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നീ എൻ്റെ ചോദിക്കുക ആൾക്കാർ, നീ ഇത്ര പെർഫെക്റ്റ് ആണോ? ഞാൻ ഇത്ര പെർഫെക്റ്റ് അല്ല. ഞാൻ എൻ്റെ ഇക്കാൻ്റെ മരിച്ചതിന് ശേഷം എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. മരിക്കുന്നതിന് മുന്നേ ഞാൻ ഒരിക്കലും ഒരു തെറ്റിലേക്ക് ഞാൻ പോയി വീണിട്ടില്ല. അവർക്ക് അപമാനമായ രീതിയിൽ ഒന്നും പെരുമാറിയിട്ടില്ല. കാരണം 15 കൊല്ലം നമ്മൾ ഒരുമിച്ച് ജീവിച്ചു, ഒരുമിച്ച് ഇതാക്കി, എന്ത് സങ്കടം എന്ത് ഇതുണ്ടെങ്കിലും നമ്മളത് സഹിച്ച് ജീവിച്ചിട്ടുള്ളൂ. ആരുടെയും ഒന്നിനും പോയിട്ടില്ല. അപ്പം എനിക്ക് ഇതിൽ നിന്ന് തോന്നിയത് അവൾക്ക് യോഗമില്ല അയാളുടെ കൂടെ ജീവിക്കാൻ, ആ മക്കളുടെ കൂടെ ജീവിക്കാൻ അവൾക്ക് യോഗമില്ല. അയാൾ പറയുന്ന പോലെ തന്നെ സ്നേഹമുള്ള പെണ്ണാണെങ്കിൽ, ഈ സുമി പറയുന്ന വ്യക്തി സ്നേഹമുള്ള പെണ്ണാണെങ്കിൽ അവള് എന്ത് ചെയ്യണം? കുട്ടികൾക്ക് വേണ്ടി പൊരുതിയിട്ട് ആ കുട്ടികളെ ഇപ്പം ഞാൻ എൻ്റെ 5 മക്കളിനെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ എന്ത് അപമാനം സഹിച്ചാലും ഞാൻ എൻ്റെ മക്കളെ വിട്ട് കളിക്കില്ല. അതാണ് സ്നേഹം. ആ ഒരു സ്നേഹം അവൾക്ക് എനിക്ക് തോന്നിയിട്ടില്ല. അവള് വാശിന്റെ പുറത്ത് മക്കളെ മേടിക്കണം എന്നുള്ള ഒരു ഇതല്ലാണ്ട്. പിന്നെ ഞാൻ പറയാം, പ്രായപൂർത്തി. എൻ്റെ അച്ഛന്മാര് വളർത്തുന്ന പെൺകുട്ടികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ നാട്ടിൽ തന്നെ ഉണ്ട് ഒരുപാട്, ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛന്മാര് വളർത്തുന്ന പെൺകുട്ടികളെ, ഉമ്മമാരനെ കാട്ടിയും പറഞ്ഞ് പക്വതയോടെ വളർത്തുന്ന അച്ഛന്മാരനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഉപ്പമാരനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക് മക്കളെ എന്താ ഉപ്പമാര് വളർത്തിക്കൂടെ? മെൻസസ് ഇപ്പൊ അയാൾ പറയുന്ന പോലെ തന്നെ എത്രയോ വർഷം കഴിഞ്ഞിട്ട് വരാനുള്ള മെൻസസ് പീരീഡിന്റെ കാര്യം ഓർത്തിട്ട് മകളെ വേർപിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയാൾക്കറിയും മെൻസസ് എന്താണ്, പ്രഗ്നന്റ് എന്താണ്, വേറുള്ളത് എന്താന്ന് അയാൾക്ക് അറിഞ്ഞിട്ട് തന്നെ ആ മക്കളെ വളർത്തുന്നത്.
ആ പെൺകുട്ടിനെ ഇങ്ങനെ ഇതിൽ കൊണ്ട് നടക്കാന്നുണ്ടെങ്കിൽ ആ കുട്ടി പീരീഡ്സ് ആയതിന്റെ ശേഷം ആ കുട്ടിനെ എങ്ങനെ കൊണ്ട് നടക്കണം എന്ന് ചങ്ങായിക്ക് നന്നായിട്ട് അറിയും. അപ്പൊ ഇതിന്നൊക്കെ നിങ്ങൾ ഈ കമന്റോളികൾ ഇടുന്ന, എനിക്ക് ഷെരീഫിന്റെ കമന്റ് ബോക്സിൽ ഇപ്പോഴും പോയിട്ട് ഫാത്തിനെ തെറി വിളിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാല്, മനസ്സിലാക്കണം, ഒരു മനുഷ്യൻ ഒരു പെൺകുട്ടിനെ ഒരു ആൺകുട്ടിനെ അവിടെ കൊണ്ടുപോയി നല്ല രീതിയിൽ നോക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം. പിന്നെ അവന്റെ ഉമ്മാനും ഉപ്പാനും തിരിഞ്ഞു നോക്കുന്നില്ല, അവരുടെ ഇവരൊക്കെ വരുത്തി വെച്ച് തന്നെയാണ്. അയാൾ തിരിഞ്ഞു നോക്കുമ്പോ പെങ്ങള് വലിയടക്ക് പറയണ്ടല്ലോ, ഈ പെങ്ങള് വരുത്തി വെച്ച് നാറ്റ കേസിന്റെ അത്രയൊന്നും വരില്ലല്ലോ ഫാത്തി ചെയ്ത കാര്യങ്ങള്. അവള് കല്യാണം നിക്കാഹ് കഴിച്ചു വെച്ചിട്ട് മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയതിന്റെ അത്രയൊന്നും ചീത്തപ്പേര് പാപ്പാക്കും ഉമ്മാക്കും വരുത്തി വെച്ച പോലെയൊന്നും ഈ ഫാത്തി പറയുന്ന വ്യക്തി വരുത്തി വെച്ചിട്ടുണ്ടാവില്ല. അപ്പൊ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, അയാൾ നല്ല രീതിയിൽ നോക്കി ഇതാക്കുന്ന ടൈമില്, അയാളുടെ കുടുംബം നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്ന ടൈമില് ഈ സിസ്റ്ററിന്റെ ഭർത്താവ് വന്നതിന്റെ ശേഷമാണ് ആ കുടുംബം കലക്കിയത്. അതുവരെയ്ക്ക് ഇപ്പൊ ഈ 3 മക്കളാകണവരൊക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ടല്ലോ. അപ്പൊ ആ സിസ്റ്ററിന്റെ ഭർത്താവാണ് ഇതിന് ഏറ്റവും വലിയ വേന. ഇനിയിപ്പോൾ അയാളിത് ഈ വീഡിയോ കണ്ടിട്ട് എന്നെ വല്ല വനയും വെക്കുകയാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനുള്ള സത്യങ്ങളാണ് വിളിച്ചറിയുന്നത്, നമുക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ ആ കുട്ടീനെ 3-ാമത്തെ വയസ്സിൽ മറ്റേ ആ കുട്ടീനെ കൊണ്ടുപോയി. ആ കുട്ടീനെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ആ കുട്ടി ഫസ്റ്റ് മുതലേ ആ കുട്ടി പറയുന്നുണ്ട് തന്തൻ്റെ അടുത്ത്. ആ പഴയ വീഡിയോസ് ആ ചെറുതിലേ പറയുന്നതല്ലേ. അപ്പോൾ ആ കുട്ടികൾ അവിടെ പെട്ടിരിക്കുകയായിരുന്നു. ഇയാളുടെ അടിയും തൊഴിയും ബാക്കിയുള്ളതൊക്കെ കൊണ്ടിട്ട് ആ കുട്ടികൾ അവിടെ പെട്ടിരിക്കുകയാണ്. ചെക്കൻ വലിയ കുട്ടിയൊക്കെ പറയുന്നത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ ഷെരീഫ് പറയുന്ന വ്യക്തി അത്ര നല്ലവനല്ലാത്തതുകൊണ്ടാണ് ഈ ജംഷി പറയുന്നവൻ്റെ ഒക്കെ കൂടെ കൂടിയിട്ട് ഇവൻ തെണ്ടിത്തരം പറയുന്നത്. കാരണം അത്രയും വലിയ ഫ്രോഡിന്റെ കൂടെ ഇവൻ കൂടണമെങ്കിൽ ഇവൻ എത്ര വലിയ ഫ്രോഡാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഈ ഷെരീഫിനെ താങ്ങണവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതാണ്, ഞങ്ങൾ തെറി വിളിക്കും ബാക്കിയുള്ളതൊക്കെ ചെയ്യാമെങ്കിൽ ഞങ്ങളുടെ മനസ്സിൽ കള്ളമില്ല. പക്ഷെ ഷെരീഫ് എന്ന വ്യക്തി ഇത്രയും ഫ്രോഡുകളുടെ കൂടെ ഇത്രയും കേസുകളിൽ കുടുങ്ങി നടക്കണ അവന്റെ കൂടെയൊക്കെ കൂട്ടുകൂടിയിട്ട് ആ പെണ്ണിനെ ഒന്ന് ചിന്തിച്ചൂടെ? അവൾക്ക് ഈ നാട്ടില് ആ കുട്ടികളെ നല്ലപോലെ അവൻ കൊണ്ട് നടക്കണ പോലെ ഇവൾക്ക് കൊണ്ട് നടത്താൻ പറ്റില്ല. പിന്നെ എന്താന്ന് വെച്ചാൽ, ഉമ്മ എന്ന സ്ഥാനം വരുന്നത് പെറ്റോണ്ട് മാത്രം ആവില്ല സുമി, പ്രസവിച്ചുകൊണ്ട് മാത്രം ഉമ്മ എന്ന സ്ഥാനം കിട്ടില്ലടി. വളർത്തിയാൽ മാത്രമേ കിട്ടുള്ളൂ. വളർത്തുമാണ്, അതിനനുസരിച്ച് സ്നേഹവും നീ കൊടുക്കണം. എന്നാൽ മാത്രമേ നിന്റെ ഭാഗം, ആ കുട്ടികൾ നിന്റെ ഭാഗം നിന്നിട്ട് എന്തെങ്കിലും സംസാരിക്കണ്ട. ഇല്ല. പിന്നെ എനിക്ക് പറഞ്ഞു പഠിപ്പിക്കണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോഴത്തെ മക്കളില്ലേ, ജനിച്ച ഉടനെ തന്നെ വിവരമുള്ള മക്കളാണ് ഈ കാലത്ത് ജനിച്ചു വരുന്നത്. അവരെ ഒന്ന് പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ആ കുട്ടിയൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോഴും ആ കുട്ടീനെ എന്തൊക്കെ തുറന്നു പറയും. ഇതൊക്കെ ഇയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഈ പറയുന്ന ഫാത്തി എന്ന വ്യക്തി അയാളുടെ ഡ്രസ്സിങ് ആയിക്കോട്ടെ, അയാളുടെ മറ്റെന്തോ ആയിക്കോട്ടെ, പക്ഷെ അയാൾ മക്കളിനെ ട്രീറ്റ് ചെയ്യണ രീതി, അയാളുടെ ആ ഒരു രീതിയിലാണ് നമ്മളൊക്കെ വീണു പോയത്. കാരണം ഇതേപോലെ ഉപ്പമാര് ഇത്രയും ക്ഷമയും, ആ ചെറിയ കുട്ടി 3 വയസ്സിൽ നിന്നിട്ടൊക്കെ നോക്കണം പറഞ്ഞാൽ ഭയങ്കര ക്ഷമമാണ്. ആണുങ്ങൾക്ക് ക്ഷമ ഇല്ലാണ്ട് നടക്കില്ല. പെണ്ണുങ്ങൾക്ക് എത്രയും ക്ഷമ ഉണ്ടാവും, പെണ്ണുങ്ങൾ എത്രയും കൊണ്ട് നടക്കും. പക്ഷെ ആണുങ്ങൾക്ക് ക്ഷമ ഇല്ലാണ്ട് നടക്കില്ല. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യാസമായ ഒരാണാണ് ഈ ഫാത്തി പറയുന്ന വ്യക്തി. നമ്മളപ്പോൾ മനസ്സിലാക്കണം, ആ മനുഷ്യന്റെ പണിക്ക് പോകണം, മക്കളെ നോക്കണം, അവിടുത്തെ കാര്യങ്ങൾ ചെയ്യണം. അതിൻ്റെ ഇടയിൽ കൂടി ഇവളുടെ മാനസികമായ പീഡിപ്പിക്കല്, ബാക്കിയുള്ളത് മറ്റുള്ളവരുടെ എന്തൊക്കെ ചങ്ങായി. അവനായിട്ട് വന്നിട്ട് അവന്റെ ഇൻസ്റ്റഗ്രാമിൽ കുട്ടീൻ്റെ കളിക്കുന്നത് വേറെ ഒന്നും ഇടാന്നല്ലാണ്ട് അവൻ ഒരിക്കലും ഒരു ഇത് വന്ന് ഇട്ടിട്ടില്ല. ഫാത്തി പറയുന്ന വ്യക്തി ഇട്ടിട്ടില്ല. ഇത് സുമി പറയുന്ന അവളുടെ അക്കൗണ്ടിലാണ് എൻ്റെ മക്കളെ കൊണ്ടുപോയി അങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ അവള് കുറെ ക്യാപ്ഷൻ ഇട്ടപ്പോഴാണ് ഇയാൾക്ക് ഭ്രാന്തളകാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഇയാൾ തിരിച്ച് ചളിവാരി തേക്കാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി ഇൻസ്റ്റഗ്രാമിലൂടെ തേച്ചതിന് ശേഷമാണ് പിന്നെ യൂട്യൂബിൽ വന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഷെരീഫ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇവരുടെ കൂടുതലായിട്ട് വഷളാക്കിയത്, വലിച്ചു കയറിയത്. ഇതിന് മുന്നേ ഇറ്റ്സ് മീ ഗൈസ് അങ്ങനെയുള്ളവരൊക്കെ